നിങ്ങൾ ഈ ഒരു കാര്യം വേറൊരു രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടോ? മസ്താനി ലക്ഷ്മിയൊക്കെ മാറിയിരുന്ന് ഇതിനെപ്പറ്റി സൗണ്ട് കുറച്ചൊന്നും സംസാരിക്കുകയാണെന്ന് വിചാരിക്കും. ടാസ്കിനിടയിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി, അത് ശരിയാണോ എന്ന് അറിയില്ല എന്നൊക്കെ മസ്താനി പറഞ്ഞു എന്ന് കരുതുക. ഒനീലിനെ ഒരു പിടുത്തക്കാരനായി മാറ്റിക്കൊണ്ട് സോഷ്യൽ മീഡിയ മുഴുവൻ വീഡിയോസ് നിറഞ്ഞാണ്. ഏതായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല, ഒനീലിന്റെ ഭാഗ്യം. അപ്പൊ ഇങ്ങനെയുള്ള ഈ ലക്ഷ്മിക്ക് ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ ആയിട്ട് അവർ അഭിനയിച്ച ഒരു സിനിമയുണ്ട്, മിഡ് നൈറ്റ് ഇൻ മുള്ളംകൊല്ലി. പ്രേക്ഷകരെല്ലാവരും ചേർന്ന് സഹകരിച്ച് അത് അവരുടെ വീടിനടുത്തുള്ള തിയേറ്ററിൽ തന്നെ പോയി എത്രയും പെട്ടെന്ന് കാണാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഹായ് ഓൾ, ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലത്തെ എപ്പിസോഡ് കഴിഞ്ഞ് എല്ലാവരും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു കാര്യമാണ് ഒനിയിൽ തെറ്റായ രീതിയിൽ മസ്താനിയെ കയറി പിടിച്ചു എന്ന് ലക്ഷ്മി പറഞ്ഞത്. സ്പോൺസർ ടാസ്ക് കഴിഞ്ഞ് പ്രൈസ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനത്തിൽ നീങ്ങുന്നതിനിടയിൽ സൈഡിലിരുന്ന അഡ്വർടൈസ്മെന്റ് ബോർഡിൽ തട്ടി ഒനിയിൽ വീഴാൻ പോകുന്നതിനിടയിൽ മസ്താനിയെ കയറി പിടിച്ചു. നല്ല ഫോഴ്സിൽ തന്നെയാണ് പിടിച്ചത്. അതിനുശേഷം കുറെ സമയം കഴിഞ്ഞ് ഈ ഒരു കാര്യം മസ്താനി മൈക്ക് മാറ്റിവെച്ച് ലക്ഷ്മിയോട് പറഞ്ഞു. പ്രവീണും ഇതറിഞ്ഞു. ഒനിയിൽ എങ്ങനെയാണ് പിടിച്ചതെന്ന് മസ്താനി ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ലക്ഷ്മിക്ക് കാണിച്ചു കൊടുത്തു. മസ്താനി കാര്യം ലക്ഷ്മിയോട് പറയാൻ കാരണം ഒനിയിൽ കയറി പിടിച്ചത് ഒരു ബാഡ് ടച്ച് ആണോ എന്നൊരു കൺഫ്യൂഷൻ മസ്താനിക്ക് വന്നതുകൊണ്ടാണ്. ബിഗ് ബോസ് ആ ഒരു വിഷ്വൽ കാണിച്ചതിൽ നിന്ന് ഒനിയിൽ ഒരിക്കലും ഇന്റൻഷനോടെയോ പ്ലാൻ ചെയ്തോ ഒന്നും ചെയ്ത കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല. അതങ്ങ് ആക്സിഡന്റലി വീഴാൻ പോയ സമയത്ത് കയറി പിടിച്ചതായിട്ട് മാത്രമേ തോന്നിയുള്ളൂ. സഡൻ ആയിട്ട് ഒനിയിൽ അതിന് സോറിയും പറഞ്ഞു. ഒനിയിലിന്റെ പോലെ അത്രയും ബോഡി വെയിറ്റ് ഉള്ള ഒരാൾ വീഴുമ്പോൾ തീർച്ചയായിട്ടും കയറി പിടിച്ച നല്ല ഫോഴ്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മസ്താനിക്ക് അങ്ങനെ തോന്നുന്നതിൽ യാതൊരു തെറ്റും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ മസ്താനിക്ക് അത് ക്ലിയർ ചെയ്യാനുള്ള അവകാശമുണ്ട്. എനിവേ മൈക്ക് മാറ്റി വെച്ച് പ്രൈവറ്റ് ആയിട്ട് സംസാരിച്ച് തീർക്കണമെന്ന് മസ്താനി പറഞ്ഞ ഈ ഒരു കാര്യം ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഒനിയിലിനെ വിളിച്ച് മൈക്ക് ഇടാൻ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഈ ഒരു കാര്യം പബ്ലിക്കായിട്ട് തന്നെ സംസാരിക്കുകയായിരുന്നു. ലക്ഷ്മി ഈ ഒരു കാര്യം ഒനിയിലിനോട് പറഞ്ഞു തുടങ്ങിയത് ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകുന്ന ടൈമിൽ മസ്താനിയെ മോശമായ രീതിയിൽ താൻ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സോറി പറയുകയും ചെയ്തു. തനിക്കിത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇതിന്റെ കൂടെ മസ്താനി പറഞ്ഞത് സോറി പറഞ്ഞെങ്കിലും അതെനിക്ക് കുറച്ച് ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നിയെന്നാണ്. ഒനിയിൽ ഇത് കേട്ടപ്പോൾ ഒന്ന് പതറി. വീഴാൻ പോയപ്പോഴാണോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളത് ഓർക്കുന്നു പോലുമില്ലേ? അപ്പൊ നിങ്ങൾ തന്നെയാണ് അത് ചെയ്തതെന്നുള്ള ഒരു ഉറപ്പാണ് എന്ന രീതിയിലാണ് ലക്ഷ്മി പറഞ്ഞത്. ഒനിയിൽ ഇത് ചെയ്തിട്ടുണ്ട് എന്ന രീതിയിൽ ഒച്ചത്തിൽ ഉറപ്പിൽ സംസാരിക്കുകയായിരുന്നു ലക്ഷ്മി. ആ ഒരു പോയിന്റിൽ ഒനിയിലിന് കാര്യം മനസ്സിലായി. ഇതൊന്നും കണ്ടിട്ടില്ലാത്ത ലക്ഷ്മി വന്ന് ഇതൊരു ഇഷ്യൂ ആക്കാൻ പോവാണ്. ഒനിയിൽ പറഞ്ഞു, ഞാൻ ആ സമയത്തൊന്ന് കടന്നു പോയപ്പോൾ തട്ടി വീഴാൻ പോയതാണ്, ആ സമയത്ത് പിടിച്ചാണെന്ന് പറഞ്ഞു. അതിന് സോറിയും പറയുന്നുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഒനിയിൽ ലക്ഷ്മിയായിട്ട് സംസാരം ഉണ്ടായി. ലക്ഷ്മി പോയി ക്യാമറയിൽ കംപ്ലൈന്റ് പറഞ്ഞു. ഒനിയിൽ ആ ഒരു കാര്യത്തിൽ പല പ്രാവശ്യം മസ്താനിയോട് സോറി പറഞ്ഞു. ലക്ഷ്മി ഇത്ര ഇന്റൻസിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞതിനെ തുടർന്ന് എന്തായാലും കേസായിട്ട് തന്നെ മുമ്പോട്ട് പോകാം, വിഷ്വല് കാണണം, ലാലേട്ടൻ വന്ന് പറയട്ടെ എന്നുള്ള രീതിയിലാണ് ഒനിയിൽ സംസാരിച്ചത്. ഇതിലെ പ്രശ്നങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പബ്ലിക്കായിട്ട് എടുത്തിട്ടുണ്ട എന്ന് പറഞ്ഞിട്ടും അതൊരു പബ്ലിക് ടോപ്പിക്കാക്കി മാറ്റിയത് ലക്ഷ്മിയാണ്. എന്നിട്ട് അത് സംസാരിച്ച് തുടങ്ങിയപ്പോൾ ലക്ഷ്മി അവിടെ നിന്ന് മാറിപ്പോയി. ഇതിനു മുമ്പും പല കേസുകളിലും ലക്ഷ്മി ഇങ്ങനെ ടോപ്പിക് ഇട്ടിട്ട് മാറിപ്പോയിട്ടുണ്ട്. ഓൾറെഡി ഇതുപോലുള്ള കേസുകൾ വരുമ്പോൾ നോക്കിയിരുന്ന് ഇടപെടാൻ കാത്തിരിക്കുന്ന ഒരു ടീമാണ് ലക്ഷ്മി. അവർക്കാണെങ്കിൽ തക്കാളിയും സാമ്പാർ പോലുള്ള കേസുകളൊന്നും താല്പര്യമില്ലെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ചുറ്റും 50 സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ട് നിന്നിട്ടാണ് യാത്ര ചെയ്യുന്നതെന്ന് പറയുന്നത് ബിഗ് ബോസ് കാണിച്ചു തന്നു. സ്ത്രീകളോട് വളരെ മോശമായിട്ട് പെരുമാറുന്നവരാണ്, സ്ത്രീകളെ മോശമായിട്ട് കാണുന്നവരാണ് ഇവിടെയുള്ള ആണുങ്ങൾ എന്നൊക്കെ മസ്താനിയും ലക്ഷ്മിയൊക്കെ പല പ്രാവശ്യം ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്, ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു വുമൺ കാർഡ് എടുക്കാൻ അവസരം വന്നാൽ അത് ഈ ഗെയിമിന്റെ ഇടയിൽ ഉപയോഗിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നവരാണ് ഇവരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ മസ്താനിയുടെ കാര്യം തന്നെ എടുത്താൽ ഒരടി കൊണ്ടാലും സാരമില്ല, ആ അപ്പാനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് തല്ലിച്ച് ആ തല്ലിയതിന്റെ പേരിൽ അയാളെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞ ആളാണ് മസ്താനി. ഏതായാലും ഈ ഒരു കേസിൽ ഒനിയിലും ബിഗ് ബോസിന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. തന്റെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യമാണെന്ന് ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുണ്ട്. ഒനിയിൽ ഇത് പറയുമ്പോൾ ലക്ഷ്മി കൈകൊട്ടുന്നതൊക്കെ കാണിച്ചു. ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനീഷ് വരുമ്പോൾ പലരും അനീഷിനെ ആട്ടിപ്പായിക്കുന്നുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈ ആദിലൊക്കെയായിരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ലക്ഷ്മി അങ്ങനെ പൊതുവെ ആളുകളോട് അടുക്കാത്ത ഒരാളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒരു ഇൻസൽ കാറ്റഗറി ആണെന്ന് തോന്നിയിട്ടുണ്ട്. പല ആളുകളെയും പല റിലേഷൻഷിപ്പുകളും ഒന്നും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാറില്ല. കഴിഞ്ഞ ദിവസം അവരുടെ വയലിൽ നിന്ന് തന്നെ വന്നല്ലോ, ആദിലെ നൂറയൊന്നും അവരുടെ വീട്ടിൽ പോലും കയറ്റാത്തവരാണ്. കുറച്ച് ദിവസം ഷാനവാസ് അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നതുകൊണ്ട് ലക്ഷ്മിക്ക് ഷാനവാസിനും ഒക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കൂടാതെ സ്ത്രീവിരുദ്ധൻ എന്ന ലേബലിൽ വന്നിട്ടുള്ള അനീഷിനെ തമാശയായിട്ടാണെങ്കിലും ഷാനവാസ് ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ഒരുപക്ഷെ ലക്ഷ്മിക്ക് സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും. ചിലരൊക്കെ ലക്ഷ്മിയോട് എന്തിനാണ് പ്രൈവറ്റ് ആയിട്ട് പറഞ്ഞ കാര്യം പബ്ലിക് ആക്കിയതെന്ന് ചോദിച്ചു. ഈ ഒരു കാര്യത്തിൽ മസ്താനി എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് മസ്താനിയുടെ ഇഷ്ടമാണ്. അതുപോലെ ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണെന്നാണ് ലക്ഷ്മി പറഞ്ഞത്. എങ്ങനെയാണ് ടച്ച് ചെയ്തതെന്ന് മസ്താനി കാണിച്ചു തന്നപ്പോൾ അതെനിക്ക് ബാഡ് ടച്ച് ആയിട്ട് തോന്നി. അതുകൊണ്ട് എനിക്ക് ചോദിക്കാതിരിക്കാൻ തോന്നിയില്ല, ഞാൻ ചോദിച്ചു. മസ്താനി ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാനെന്നൊരു കാര്യം എന്തുകൊണ്ടാണ് പബ്ലിക് ആക്കിയതെന്ന്. ലക്ഷ്മി പറഞ്ഞത്, എൻ്റെ ഒച്ച കുറച്ച് ഉയർന്നു പോയി, അയാൾ ഇത് റിജക്ട് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു, സോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈക്ക് ഇടാൻ പറഞ്ഞതെന്നാണ് ലക്ഷ്മി പറഞ്ഞത്. അതായത് കൺഫ്യൂഷനിൽ നിൽക്കുന്ന മസ്താനി ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാതെ, അവരുടെ കൺഫ്യൂഷൻ ഒന്ന് ക്ലിയർ ചെയ്യാൻ കൂട്ടാക്കാതെ, അതായത് ഈ ഒരു പ്രശ്നം പബ്ലിക്
പബ്ലിക്കാക്കി മാറ്റി അയാളുടെ സൗണ്ട് അല്ലെങ്കിൽ അയാളുടെ റെസ്പോൺസ് റെക്കോർഡ് ചെയ്ത് അയാളെ കൊടുക്കാനാണ് നോക്കിയത്. നിങ്ങൾ ഈ ഒരു കാര്യം വേറൊരു രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടോ? ഇവർ രണ്ടുപേരും, അതായത് മസ്താനി ലക്ഷ്മിയൊക്കെ മാറിയിരുന്ന് മൈക്ക് ധരിച്ചുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി സൗണ്ട് കുറച്ചൊന്ന് സംസാരിക്കുകയാണെന്ന് വിചാരിക്കും. ടാസ്കിനിടയിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി, എനിക്കത് റോങ് ആയിട്ട് തോന്നുന്നു, അത് ശരിയാണോ എന്ന് അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ മസ്താനി പറഞ്ഞു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇതേ വീഡിയോ തന്നെ ഒനീൽ കയറി പിടിച്ചതായിട്ട് കാണിച്ചുകൊണ്ട് ഒനീലിനെ ഒരു പിടുത്തക്കാരനായി മാറ്റിക്കൊണ്ട് സോഷ്യൽ മീഡിയ മുഴുവൻ വീഡിയോസ് നിറഞ്ഞാണ്. ഏതായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല, ഒനീലിന്റെ ഭാഗ്യം. കൂടാതെ ലക്ഷ്മിയുടെ ഇന്റൻഷൻ മനസ്സിലാവുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള ഈ ലക്ഷ്മിക്ക് ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ ആയിട്ട് പ്രേക്ഷകരെല്ലാവരും ചേർന്ന് സഹകരിച്ച് അവര് മറ്റുള്ളവരിൽ നിന്ന് 50 സെന്റിമീറ്റർ വിട്ട് നിന്ന് അഭിനയിച്ച ഒരു സിനിമയുണ്ട്, മിഡ് നൈറ്റ് ഇൻ മുള്ളംകൊല്ലി. അത് അവരുടെ വീടിനടുത്തുള്ള തിയേറ്ററിൽ തന്നെ പോയി എത്രയും പെട്ടെന്ന് കാണാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ബാക്കി വിശേഷങ്ങളുമായി പിന്നീട് കാണാം. താങ്ക്